ഇൻപുട്ട് വേരിയബിളിൽ നിന്ന് ഔട്ട്പുട്ട് വേരിയബിളിൻ്റെ വില കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് വേരിയബിളും ഔട്ട്പുട്ട് വേരിയബിളും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുന്ന മെഷീൻ ലേണിംഗ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന വിഭാഗത്തിൽപ്പെടും. ലേബൽ ഡാറ്റ വേണം സൂപ്പർവൈസ്ഡ് ലേണിംഗിന് ഉപയോഗിക്കാൻ. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ഡാറ്റ പല ഗ്രൂപ്പായി തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഓൺലൈൻ ഷോപ്പ് കസ്റ്റമേഴ്സിനെ തരംതിരിക്കുന്നത്, സോഷ്യൽ മീഡിയ സൈറ്റ് യൂസേഴ്സിനെ തരംതിരിക്കുന്നത് എല്ലാം ഇതിന് ഉദാഹരണമാണ്. ലേബൽ ചെയ്യാത്ത ഡാറ്റയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന് ഉപയോഗിക്കുന്നത്. അതായത് ഒരു വേരിയബിളിനെയും ഔട്ട്പുട്ട് വേരിയബിളായി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് കണക്കാക്കുന്നില്ല. പാർഷ്യലി ലേബിൾ ഡാറ്റ ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് ആണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അൺലേബിൾ ഡാറ്റയിൽ നിന്ന് ലേബൽ ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് ആണ് സെൽഫ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗും മുൻകൂട്ടി ശേഖരിക്കപ്പെട്ട ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്യുന്നു എങ്കിൽ, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡ് പണിഷ്മെൻറ്റ് ഫീഡ്ബാക്കിൽ നിന്നാണ് ലേൺ ചെയ്യുന്നത്. ഓട്ടോണമസ് വെഹിക്കിൾസിൽ, ഗെയിംസിൽ എല്ലാം റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഉപയോഗിക്കാറുണ്ട്. ലേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറേ പാരാമീറ്റേഴ്സിൻ്റെ വിലകൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഒരു മനുഷ്യൻ പഠിക്കുന്നത് പോലെ സങ്കല്പിക്കുന്നത് തെറ്റില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഓർമ്മിക്കുക. ജനറേറ്റീവ് AI-യിൽ ഒരു ഡാറ്റയിൽ നിന്ന് പുതിയ ഡാറ്റ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ടൈപ്പ് മെഷീൻ ലേണിംഗും പിന്നീട് വിശദമായി ചർച്ച ചെയ്യും.